ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. 2026 കടക്കാൻ പോവുകയാണ്. 2025 ഒരു ബുൾ മാർക്കറ്റ് അല്ലായിരുന്നു. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിനും നല്ല നഷ്ടം വന്ന ഒരു കൊല്ലമായിരുന്നു 2025. വലിയ നഷ്ടമൊന്നും ഇല്ലെങ്കിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഹോൾഡ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഒരു 30-20% 30-40% ഇടിഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഈ ഒരു മാസത്തിനുള്ളിൽ കുറച്ചൊക്കെ ഷെയർ റിക്കവർ ആയി പോയിട്ടുണ്ട്, പ്രൈസ് റിക്കവർ ആയി പോയിട്ടുണ്ട്. സോ 2026 നല്ലൊരു ഒരു വർഷമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ചില സമയങ്ങളിൽ ചില സെക്ടേഴ്സ്, ആ സെക്ടേഴ്സിലുള്ള സ്റ്റോക്സ് ഭാവിയിലേക്ക് വളരെയധികം വളരാൻ സാധ്യതയുള്ള ചില സെക്ടേഴ്സ് ആയിരിക്കാം, അതിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്സ് ആയിരിക്കാം. പക്ഷേ ഒരു മൂവ്മെൻറ്റും പ്രത്യേകിച്ചും സ്റ്റോക്സ് വരില്ല, പ്രത്യേകിച്ച് നെഗറ്റീവ് റീസൺ ഉണ്ടാവില്ല. പക്ഷെ ചെറിയ എന്തോ ഒരു നെഗറ്റീവ് റീസണിന് മേലെ ആയിരിക്കാം ആ സ്റ്റോക്ക് താഴെ കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ സെക്ടർ താഴെ കിടക്കുന്നുണ്ടാവും. പക്ഷേ അതിൽ ഒരു മാറ്റം വന്നാൽ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റോക്കിൽ വന്ന് ആ ഒരു നെഗറ്റീവ് ന്യൂസ് മാറിക്കഴിഞ്ഞാൽ അവിടുന്ന് അടിച്ച് സ്റ്റോക്ക് മേളിൽ കയറിപ്പോകും. സോ അങ്ങനത്തെ സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ ചില സമയത്ത് ഒരുപാട് 1-2 വർഷം കാത്തു നിൽക്കേണ്ടി വരും. പക്ഷേ അതിന് ഒരു യു ടേൺ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. 10-12 ഇയേഴ്സ് ബാക്ക് ജി ഷിപ്പിംഗ് എന്ന കമ്പനി, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ഇന്ത്യയിലെ നമ്പർ 1 പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനി, PSUലെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. അന്ന് ചെറിയ എന്തോ നെഗറ്റീവ് ന്യൂസിന് മേലെയാണ് ജി ഷിപ്പിംഗ് കയറേണ്ടത്. ഒരുപാട് കൊല്ലങ്ങളോളം 100 ലെവൽ, ഈവൻ 100 ബിലോ വരെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. പക്ഷെ ആഫ്റ്റർ 6 or 7 ഇയേഴ്സ് ജി ഷിപ്പിംഗ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1000 റുപ്പീസിന് മുകളിലാണ്. അതും ബോണസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 1000 റുപ്പീസിന് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ താഴോട്ട് വരുമ്പം അതിന് 100-50 ധൈര്യമായിട്ട് വാങ്ങാം. കാരണം പ്രത്യേകിച്ച് ആ സ്റ്റോക്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ പെർട്ടിക്കുലർ ഇഷ്യൂ എന്താണോ സ്റ്റോക്കിനുള്ളത്, അല്ലെങ്കിൽ ആ എൻ്റെ സെക്ടറിനുള്ള അതിന് ബേസിലായിരിക്കും സ്റ്റോക്ക് താഴ്ന്നിട്ടുണ്ടാവുക, മൂവ്മെൻറ്റ് ഇല്ലാണ്ടൊക്കെ, ബൈങ് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ സോൾവ് ചെയ്ത സ്റ്റോക്ക് കയറുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ റേറ്റിൽ വാങ്ങിക്കൊണ്ട് നിൽക്കണം. അങ്ങനത്തെ ഒരു സ്റ്റോക്കാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോജിസ്റ്റിക് സെക്ടർ. എന്നെ സംബന്ധിച്ചിടത്തോളം ലോജിസ്റ്റിക് സെക്ടറിന് ഭയങ്കര ഫ്യൂച്ചറാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. സോ ആ സെക്ടറിനെ ലീഡിങ് സ്റ്റോക്കായ ഗേറ്റ്വേ ഡിസ്ട്രിപാർക്സ് ലിമിറ്റഡ്, GDL എന്ന കമ്പനിയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പ്രത്യേകിച്ചും പറയാം, ഇത് ലോങ് ടേം സ്റ്റോക്കാണ്. ഒരു പ്രസന്റ് മൂവ്മെൻറ്റ് ഒരു 6 മാസം കൊണ്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഗേറ്റ്വേ ഡിസ്ട്രിപാർക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഉള്ളതാണ് ഈ സ്റ്റോക്ക് ഇങ്ങനെ കിടക്കുക. സോ എന്താണ് ഗേറ്റ്വേ ഡിസ്ട്രിപാർക്ക്, ഇത് ജോലി, അതിൻ്റെ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, വാല്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് നെഗറ്റീവ് ന്യൂസ്, എന്തുകൊണ്ടാണ് സ്റ്റോക്കിനെ കിടക്കുന്നത് പറഞ്ഞുതരാം. അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഗേറ്റ്വേ ഡിസ്ട്രിപാർക്ക് ചെറിയ പോർഷൻ എടുത്താൽ മതി. SIP ആയിട്ട് എത്ര താണാൻ ടെൻഷൻ ഇരിക്കാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് ഗേറ്റ്വേ ഡിസ്ട്രിപാർക്ക് ലിമിറ്റഡ്. IDFC ഫസ്റ്റ് ബാങ്ക് ഇതുപോലെ തന്നെ ആയിരുന്നു. 60 രൂപ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് HDFC ബാങ്ക് ആണ്. നെക്സ്റ്റ് HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ നാളെ തന്നെ HDFC ബാങ്ക് ആവില്ല. അപ്പോൾ അത് ടേക്ക് ടൈം. സോ ആഫ്റ്റർ 6 or 7 ഇയേഴ്സ് HDFC ബാങ്കിനേക്കാൾ വലിയ ബാങ്ക് ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ 60 രൂപയ്ക്ക് വാങ്ങി 40 രൂപയ്ക്ക് വന്നാൽ ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ വാങ്ങിയെടുക്കണം. അന്ന് ചെറിയ റിസൾട്ട് വന്നപ്പോൾ NPO വെച്ച് കൂടി, അവരെ ചില ബിസിനസ് സെഗ്മെന്റിൽ വന്ന മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിൽ വന്ന നഷ്ടം, അതൊക്കെ ഓരോ ക്വാർട്ടർ അത് നെഗറ്റീവ് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ ആ സ്റ്റോക്ക് വാങ്ങിയിട്ട് കാര്യമില്ല. സോ അതിന് നെഗറ്റീവ് താഴ്ത്ത് വരുമ്പം ഒരു 10 ഷെയർ വാങ്ങാം. 40 രൂപ എന്നാൽ 4000 100 ഷെയർ വാങ്ങാം. അങ്ങനെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. 60 റുപ്പീസ് പറഞ്ഞ് 32 എത്തിയപ്പോഴേക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചത്, നിങ്ങൾ മെസ്സേജ് പറഞ്ഞത് തെറ്റാണെന്നുള്ള സ്റ്റൈലിൽ പറഞ്ഞിരുന്നു. ആൾക്കാർ മിസ്ലീഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. സ്വന്തം പഠിച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരാൾ വീട് കെട്ടിത്തുന്ന സ്റ്റോക്ക് വാങ്ങാൻ പാടില്ല. പക്ഷേ 32 രൂപയിൽ വന്നപ്പോൾ ഞാൻ ആ സ്റ്റോക്ക് വാങ്ങുക ചെയ്തത്. അല്ലാണ്ട് അതിനെപ്പറ്റി പാനിക് ചെയ്ത കാര്യമില്ല. ഭാവിയിൽ വരുന്ന ഉറപ്പുണ്ടെങ്കിൽ അതിനെ താത്തിക്കൊണ്ടുവരാനും ആൾക്കാരുണ്ടാവും. ഇപ്പം എന്തായി, അത് 85 രൂപയിൽ വളരെ സോളിഡ് ആയി നിൽക്കുന്നത്. ഇത്ര ബെയർ മാർക്കറ്റ് വന്നിട്ടും നല്ല അടി കഴിഞ്ഞ മാസം അടിച്ചപ്പോഴും ഈ സ്റ്റോക്ക് കയറി പോകാൻ അതിൻ്റെ കറക്ഷൻ വരുന്നേ ഇല്ല. അതേസമയം ലാസ്റ്റ് 2 ക്വാർട്ടേഴ്സിൽ മോശമാണ്, എന്നിട്ടും അത് കറക്റ്റ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ താഴത്തെ സ്റ്റോക്ക് കംപ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ഗ്രാബ് ചെയ്തെടുത്ത് കഴിഞ്ഞു. FIS DSE കയ്യിലായി. സോ അതുപോലെയാണ് ഇത്. പ്രത്യേകിച്ചും പറയാം, ലോങ് ടേം അല്ലാത്ത ആൾക്കാരാണ് ഈ വീഡിയോ മുഴുവൻ കാണണ്ട. കാരണം ഇത് ലോങ് ടേമിലേക്ക് വേണ്ടി ഇതുള്ള സ്റ്റോക്കാണ്. റീസണും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കിടക്കുന്ന നെഗറ്റീവ് ന്യൂസും പറഞ്ഞുതരാം. സോ അത് ക്ലിയർ ആയാൽ മാത്രമേ സ്റ്റോക്ക് കയറി പോവുള്ളൂ. ഓക്കെ.
സോ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് ബാങ്ക് സ്റ്റോക്ക് ഗ്രൗണ്ട് ഫ്രൈറ്റ് ആൻഡ് ലോജിസ്റ്റിക് സർവീസ് കമ്പനിയാണ്. ഞാൻ വളരെ ബുള്ളിഷ് ലോജിസ്റ്റിക്സിൽ ഒരു ഇൻറ്റിഗ്രേറ്റഡ് ഇന്റർമോഡൽ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡറാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക് ലിമിറ്റഡ് അല്ലെങ്കിൽ GDL. ഇന്ത്യയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻഡസ്ട്രിക്ക് എൻഡ് ടു എൻഡ് സർവീസ് കൊടുക്കുന്ന കമ്പനിയാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക്. 500 മേലെ ട്രയലേഴ്സ് ഉണ്ട്. എക്സിം കണ്ടെയ്നേഴ്സിന് വേണ്ടി ഇതിലെ ട്രെയിൻസ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഓഫർ ചെയ്യുന്ന കമ്പനിയാണ്. എഡ്റ്റിക്കറ്റ് ലാൻഡ് ബാങ്ക് ഉള്ള കമ്പനിയാണ്. സോ ഇനി ഈ ലോജിസ്റ്റിക് സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡാറ്റാ സെൻറ്ററുമായി തന്നെ ഒരുപാട് ലാൻഡ് വേണം. ഇനി കൂടുതൽ ലോജിസ്റ്റിക് പ്ലെയേഴ്സിന് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള പ്ലെയേഴ്സ് അല്ലാതെ പുതിയൊരാൾക്ക് ഈ ഫീൽഡിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു സെറ്റപ്പായി വരും, പോർട്ടുമായി തന്നെയാണ് സംഭവം. സോ ഇതിന് ഓരോ ഡെവലപ്പ് കമ്പനിയാലും പുറമെ ഇഷ്ടംപോലെ ലാൻഡ് എഡ്റ്റിക്കറ്റ് ലാൻഡ് ബാങ്ക് ഉണ്ട്. അവർക്ക് അവരെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ സാധിക്കും. സോ അക്കോർഡിംഗ് ടു ദ നെസസിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ ലാൻഡ് ബാങ്ക് ഉപയോഗിച്ച് അവരെ കപ്പാസിറ്റി കൂടുതലാക്കാൻ പറ്റുമെന്ന് മാനേജ്മെന്റ് ഓപ്പണായി പറഞ്ഞിട്ടും ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡിമേർജ് ചെയ്ത കമ്പനിയാണ് സ്നോമാൻ ലോജിസ്റ്റിക്. ഒരാൾക്ക് അറിയോ അറിയില്ല, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് ബാങ്കിന്ന് ഡിമേർജ് ചെയ്ത് മാറിപ്പോയ കമ്പനിയാണ് സ്നോമാൻ ലോജിസ്റ്റിക് ലിമിറ്റഡ്. പിന്നെ കൂളായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ അത് ആദ്യം ഗേറ്റ്വേ ഡിസ്ട്രിക്ട് ഭാഗം കഴിഞ്ഞപ്പോൾ ഡിമേർജ് ചെയ്തു. അങ്ങനെ ഡിമേർജ് ചെയ്ത ഇഷ്യൂ അന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ടല്ല എടുത്തത്. അതിൻ്റെ ഇയർ ഹൈ ആക്ച്വലി 61 റുപ്പീസ് ആണ്, 84 റുപ്പീസാണ്. പക്ഷേ അതിൻ്റെ ലൈഫ് ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം 300 റുപ്പീസ് ഉണ്ട്. ലൈഫ് ടൈം ഹൈ 2022 എന്ന് വന്നത്, അതൊന്ന് അടിച്ചു വന്നതാണ് ഈ സ്റ്റോക്ക് ഈ ലെവലിൽ. പിന്നെ അതിന് റെയിൽവേ പാൻ ഇന്ത്യ റെയിൽവേ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ്, പാൻ ഇന്ത്യ ലൈസൻസ് ഉണ്ട്. വെയർ ഹൗസിംഗ് ഫെസിലിറ്റി സൂപ്പറാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്കിൻ്റെ. പിന്നെ അവരെ ഗുഡ് ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. 36% ഗുഡ് ഡിവിഡൻഡ് yield ഉള്ള കമ്പനിയാണ്. വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രസന്റ് പ്രൈസ് 61 ആണ്, ഫേസ് വാല്യൂ 10 ആണ്. 10 രൂപ ഫേസ് വാല്യൂവിൽ 61 രൂപയാണ് സ്റ്റോക്ക് പ്രൈസ്. അതിൻ്റെ ഇയർ ഹൈ 84 ആണ്, ലൈഫ് ടൈം ഹൈ 300 ആണ്, ഇയർ ലോ 5160 ആണ്. സോ ഇയർ ലോൻ്റെ അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ 45 ഉണ്ട്. ഇൻഡസ്ട്രിയൽ പി 22.90. ഈ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്കിന് പി 12.20 ആണ്, പകുതിയിൽ താഴെയാണുള്ളത്. ഡെപ്റ്റ് ഇക്വിറ്റി 0.32 ഉള്ളൂ. ഇൻട്രൻസിക് വാല്യൂ 78 റുപ്യുണ്ട്. അതായത് ഇൻട്രൻസിക് വാല്യൂവിന് ഏകദേശം 30% ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിന് കയ്യിൽ 32.32, FISന് കയ്യിൽ 7.69, DISന് കയ്യിൽ 36.03 ഉണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് HDFC സ്മോൾ ക്യാപ് ഫണ്ട്, ICICI പ്രുഡൻഷ്യൽ ഫണ്ട്, SBI ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട്, മിറൈ അസറ്റ് ലോങ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്, ഈ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്നും കണ്ടുവരാൻ ഹോൾഡ് ചെയ്യില്ല. ഇവർ എത്ര വേണം പേഷ്യൻസ് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ്. FIS ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും അവിടെയാണ് വ്യത്യാസം. ഷെയർ ക്യാപിറ്റൽ 499 crores ആണ്, പക്ഷേ റിസർവ് 1526 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. സോ വാല്യുവേഷനും അട്രാക്റ്റീവ് ആണ്. സോ എന്താണ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ 2022 ഒരു ലീഗൽ ഇഷ്യൂ കമ്പനി വന്നിട്ടുണ്ട്. 85 കോടിൻ്റെ ഡിമാൻഡ് നോട്ടീസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്, 85 crores. അത് ന്യൂസും വന്നപ്പോഴാണ് സ്റ്റോക്ക് താഴ്ത്ത് വന്നത്. അവരതിനെ എഗെയിൻസ്റ്റ് പോയിട്ടുണ്ട്, പക്ഷെ ഒരു തീരുമാനം ആയിട്ടില്ല. പക്ഷെ ഇത് എന്നെ സംബന്ധിച്ച് 85 crores എന്ന് പറഞ്ഞാൽ ഒരു അത്രമാത്രം വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് ഇച്ചിരി മിഡ് ക്യാപ് കമ്പനി സ്മോൾ ക്യാപ് കമ്പനി ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ ഇത് വൺസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്ത വിധം നോക്കുകയാണെങ്കിൽ എല്ലാ എക്സ്പാൻഷൻ റെഡി നിൽക്കുന്ന ലോജിസ്റ്റിക് പ്ലേയേഴ്സിൽ ഏറ്റവും ചീപ്പിൽ കിടക്കുന്ന സ്റ്റോക്കാണ് ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്ക്. 10 രൂപ ഫേസ് വാല്യാണ്, 100 താഴെയാണ്. ഭാവിയിൽ ചിലപ്പം നന്നായി വളർച്ച സാധ്യതയുള്ള കമ്പനിയാണ്. ലാൻഡ് ബാങ്ക്സ് ഉണ്ട്, സെക്ടർ സൂപ്പറാണ്. ഈ ഒറ്റ നെഗറ്റീവ് ന്യൂസ്, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ന്യൂസ്, ഡെപ്റ്റേഴ്സ് ഡേയ്സ് 43 ഡേയ്സ് നിന്ന് 59 ഡേയ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് ഡേയ്സും കൂടിയിട്ടുണ്ട്, നെഗറ്റീവാണ്. ഈ രണ്ട് നെഗറ്റീവ് ന്യൂസും മൈൻഡിൽ വെക്കുക. വളരെ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്യുക. വേണം ഇപ്പം എൻ്റർ ചെയ്യണമെന്നില്ല, വാച്ച് ചെയ്യുക. അവർ ഡെപ്റ്റേഴ്സ് കുറച്ച് കൊണ്ടുവന്നുണ്ടോ നോക്കാം. മണി കൺട്രോൾ പോയി നിങ്ങൾക്ക് കിട്ടും. 59 ഡേയ്സ് ഡെപ്റ്റ് സ്റ്റേജ് ഉള്ളത് ഇനി അടുത്ത ക്വാർട്ടർ ആകുമ്പോൾ 45 ആയി, 40 ആയി, 35 ആയി കൊണ്ടുവരാണെങ്കിൽ കമ്പനി ഇമ്പ്രൂവ് ചെയ്യേണ്ട മനസ്സിലാക്കുക. ക്ലോസ് ചെയ്ത് പ്രൊമോട്ടേഴ്സ് ഒരു സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഈ ഒരു ലീഗൽ ഇഷ്യൂ എന്തായെന്ന് നോക്കാം. ഇത് മൂന്നും സോൾവ് ആയി വരുന്നുണ്ടെങ്കിൽ മെല്ലെ പൊസിഷൻ എടുക്കാം. കാരണം റീസെന്റ് ICICI ഒക്കെ ഇതിന് റെക്കമെൻഡ് ചെയ്ത്, ഗേറ്റ്വേ ഡിസ്ട്രിക്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് 90 റുപ്പീസ് ആവുന്നൊക്കെ പറഞ്ഞിട്ട്. സോ അവരെന്തായാലും അറിയില്ല, കാരണം അവർ ഇനി പൊസിഷൻ എടുക്കണ്ടോ അതും പറയാൻ പറ്റില്ല. ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ഓൾറെഡി ഉണ്ടല്ലോ സ്റ്റേക്ക് ചെയ്ത്. സോ
സ്റ്റോക്ക് നല്ലതാണ്, 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. സെക്ടർ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ലോജിസ്റ്റിക് സെക്ടർ, ഇന്ത്യയിലെ ലോജിസ്റ്റിക് സെക്ടറിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതായത് എന്തായാലും സാധ്യതയുണ്ട്. കാരണം എക്സ്പോർട്ടിങ്ങിനാണ് ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇനി ഭാവിയിൽ കൊടുക്കാൻ പോകുന്നത്. ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. റെയിൽ കോറിഡോർസ് ഒക്കെ വരുന്നുണ്ട്. സോ എക്സ്പോർട്ട് കൂടുന്നതനുസരിച്ചിട്ട് ഈ ലോജിസ്റ്റിക് സെക്ടറിന് ഇന്ത്യയിലുള്ള സ്ഥാനം വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ലോജിസ്റ്റിക് സെക്ടറിലെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു 65 രൂപയുള്ള ഫേസ് വാല്യൂ 10 ഉള്ള ഈ ഒരു സ്റ്റോക്ക് മെല്ലനെ വാങ്ങാം. അതുമല്ല ഡൗൺ സൈഡ് 51 രൂപ 60 പൈസയാണ്. ഈ മാക്സിമം ഡൗൺ സൈഡ് എന്ന് പറയുന്നത് 10% ഇറങ്ങിയിരിക്കും. 55 വരെ വരെയായിരിക്കും, അത്രയും ഉണ്ടാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും, കുറച്ചും കൂടെ വാങ്ങിയിട്ട് ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ക്യാഷ് പോകില്ല. താണാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 75-80 ടാർഗറ്റിൽ നമുക്ക് ഈ സ്റ്റോക്കിന് വാങ്ങാം. ചിലപ്പം ഒരു 6 മാസം 7 മാസം കൊണ്ട് 75-80 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിറ്റ് ഒഴിവാക്കിക്കളാം, താഴോട്ട് വരുമ്പോൾ വാങ്ങാം. പിന്നെ ഈ സ്റ്റോക്ക് പ്രത്യേക 65 പോയി വീണ്ടും 61 വരെ അങ്ങനെ പോകും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 65 വിറ്റ് 61 വീണ്ടും വാങ്ങാൻ ഒരു ചാൻസ് കിട്ടും. സോ നിങ്ങൾ നമ്മുടെ ഷെയർസ് കൂട്ടാൻ സാധിക്കും. ഇതാണ് ഓവർ പിച്ച്. അപ്പോൾ നെഗറ്റീവ്സ് ഓർത്ത് വെക്കുക. ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. സെക്കൻഡ്, അവരുടെ ഡെപ്റ്റേഴ്സ് കൂട്ടിത്തണ്ട്. ഈ രണ്ടും നെഗറ്റീവ് ആണ്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ്. സോ ലോജിസ്റ്റിക് സെക്ടറിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ, ഒരു ഷെയർ വേണമെങ്കിൽ, കമ്പനി വേണമെങ്കിൽ അത് ഗേറ്റ് വേ ഡിസ്ട്രിക്റ്റ് പരിഗണിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.